ഹലോ ഗൈസ്, നമുക്കിന്നൊരു PCB മില്ലിംഗ് മെഷീൻ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാമെന്ന് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് ഷെയർ ചെയ്യണം. അതിൻ്റെ ഫ്രെയിം വർക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ളത് അലുമിനിയം പ്രൊഫൈലും അതിൻ്റെ കുറച്ച് പാർട്സുകളാണ്. ആദ്യം നമുക്ക് അലുമിനിയം പ്രൊഫൈൽ കട്ട് ചെയ്യാം. ഇത് 2 മീറ്ററോളം നീളം വരുന്ന ഒരു അലുമിനിയം പ്രൊഫൈൽ നമുക്ക് ആവശ്യമുണ്ട് ടോട്ടലി. അതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട പീസസ് എന്ന് പറയുന്നത് 320 mm ഒരു 3 പീസസും 280 mm 2 പീസസും 220 mm 2 പീസസും ആവശ്യമുണ്ട്. നമുക്കിതെല്ലാം കട്ട് ചെയ്ത് വയ്ക്കാം. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ട്രൈ സ്ക്വയർ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അത് നമുക്ക് കട്ടിങ് കൃത്യമായിട്ട് സ്ലോപ്പൊന്നും ഇല്ലാതെ കട്ട് ചെയ്യാൻ നമുക്ക് സഹായിക്കും. നമുക്ക് ആക്സോ ബ്ലേഡോ നോർമൽ കട്ടിങ് മെഷീനോ യൂസ് ചെയ്ത് നമുക്കിത് കട്ട് ചെയ്യാം. പക്ഷെ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അതിനോട് ബേസ് എപ്പോഴും പ്ലെയിനായിരിക്കണം, റഫായിരിക്കാൻ പാടില്ല. ഏകദേശം നമ്മുടെ പാർട്സ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം പാർട്സ് എല്ലാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, നമ്മളിതെല്ലാം വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ്. 320 mm രണ്ട് 320 mm നടുക്കായിട്ടാണ് നമുക്ക് 220 mm വരിക. അതിനുശേഷം ഇതിൻ്റെ വെർട്ടിക്കലായിട്ട് വയ്ക്കുന്നത് എക്സൈസിൻ്റെ 220 mm, അതിന് ടോപ്പായിട്ട് 320 mm വയ്ക്കണം. നമ്മുടെ ഫ്രെയിം വർക്ക് ഒക്കെയാണ്, ബേസൊന്നും പ്രശ്നമില്ല, കറക്റ്റായിട്ട് തന്നെ നമ്മൾ നിൽക്കുന്നുണ്ട്. നമുക്കിത് ബേസ് പ്രശ്നം വന്നാൽ എന്താ പ്രശ്നം പറഞ്ഞാൽ അത് നമുക്ക് മില്ലിങ്ങിന് ഭയങ്കരമായിട്ട് ബാധിക്കും. നമുക്ക് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ അസംബ്ലിങ് ബാധിക്കും. അസംബ്ലിങ് നമ്മൾ കാണുന്ന പോലെ അതിൻ്റെ മെയിൻ പാർട്ടായ മോട്ടേഴ്സ്, സ്റ്റെപ്പർ മോട്ടേഴ്സ്, അതിൻ്റെ മില്ലിങ് മോട്ടർ 775 മോട്ടർ ഉപയോഗിക്കണം. പിന്നെ അതിൻ്റെ ലീനിയർ സ്മൂത്ത് റോഡ്സ് അത് 8 mm ആണ്. പിന്നെ അതിൻ്റെ ലീനിയർ ബെയറിംഗ് ആണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യാം. അതിനായിട്ട് ആവശ്യമുള്ള 90 ഡിഗ്രിയുടെ ബ്രാക്കറ്റാണ്. ബ്രാക്കറ്റും പിന്നെ T-നെറ്റും പിന്നെ 5 mm അരൺ ബോൾട്ടുമാണ്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ബ്രാക്കറ്റുകളാണ്. ഇത് 3D പ്രിൻ്റഡ് ആണ്, ഞാൻ തന്നെ പ്രിൻ്റ് ചെയ്തതാണ്. ഇതിൻ്റെ ഡിസൈനും മെഷ് ഫയലെല്ലാം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ആവശ്യമുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഓൺലൈൻ 3D പ്രിൻറ്റിങ്ങും അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ ആവശ്യമുള്ളൂ. നമുക്ക് T-നെറ്റ് നമ്മുടെ അലുമിനിയം പ്രൊഫൈലിൻ്റെ ഗ്രൂവിലേക്ക് ഇറക്കി കൊടുത്താൽ മതി. ഇത് 2020 എന്ന് പറയുന്ന അലുമിനിയം പ്രൊഫൈൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് 2040 ഉപയോഗിക്കാം. അതിനുമേലെ 4040 അല്ലാറുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് കൂടുതൽ അങ്ങനെ കൂടുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്തിൽ വ്യത്യാസം വരും. കോസ്റ്റ് എഫക്റ്റീവായി ചെയ്യണമെങ്കിൽ നമുക്ക് 2020 തന്നെ ധാരാളമാണ്. ഇതിൻ്റെ എഡ്ജ് നമ്മൾ എപ്പോഴും ടൈറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ലെവലായിരിക്കണം. നമുക്ക് ലെവൽ ഒരിക്കലും വ്യത്യാസം വരാൻ പാടില്ല. ഇപ്പോൾ വന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്ന ബേസ് ഫ്രെയിമാണ്. ബേസ് ഫ്രെയിം എന്ന് പറയുന്നത് വൈ ആക്സസും പിന്നെ ബേസായിട്ട് വരുന്നതാണ്. ഇതിലാണ് നമുക്ക് വൈ ആക്സസ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഫ്രെയിമിൻ്റെ ഏകദേശം ഓക്കെ. നമുക്ക് സൈഡെല്ലാം കുറച്ച് വെളിക്ക് വന്നിട്ടോ എന്തെങ്കിലും അൺഈവനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളതൊരു ഇത് വെച്ച് തട്ടി കൊടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വരും. അതിന് ശേഷം നമുക്ക് T-ബോൾട്ട് ടൈറ്റ് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം പാർട്സുകളും ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമുക്ക് 3D പ്രിൻ്റർ എല്ലാം ഇതേ അലുമിനിയം പ്രൊഫൈലും ഇതെല്ലാം വെച്ചാണ് ഉപയോഗിക്കുക. ഇത് 3D മില്ലിങ്ങിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് PCB എല്ലാം എച്ച് ചെയ്തെടുക്കുമ്പോൾ അതിന് കെമിക്കലായിട്ട് നമുക്ക് കുറച്ച് ബന്ധം വരേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ ചൊറിച്ചുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ ഇതാകുമ്പോൾ മില്ലിങ് ആകുമ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്ത് ഡയറക്റ്റ് മില്ല് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് ഡിസൈനെല്ലാം നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും, സേഫാണ്. നമ്മുടെ 220 mm പീസസ് വന്നിട്ട് എക്സാക്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ
220 കണക്ട് ഇതിലോട്ട് ഫിക്സ് ചെയ്യണ മുന്നേ ഇതിനൊരു എക്സ്ട്രാ ഒരു ടീ ജോയിൻ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വൈബ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്മിയായിട്ട് വരും. നമ്മളെല്ലാ പാർട്സും 3D പ്രിൻറ്റിങ് തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെറ്റൽ പാർട്ടും ഓൺലൈനിൽ അവൈലബിൾ ആണ്, പക്ഷേ കോസ്റ്റ് കൂടുതലാണ്. നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കോസ്റ്റ് നമുക്ക് കുറച്ച് എടുക്കാം. പ്രിൻ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതൊരു 50% ഇൻഫില്ല് ആഡ് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രെങ്ത്തിനും ഭയങ്കരമായിട്ട് ബാധിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസും ജസ്റ്റ് കമൻറ്റും ലൈക്കെല്ലാം ചെയ്യണേ. നമുക്കിത് പിന്നീട് വീഡിയോസൊക്കെ ഇടാനുള്ളൊരു പ്രചോദനമായിരിക്കും. സൈഡ് ഭാഗം ബ്രാക്കറ്റെല്ലാം നല്ല ടൈറ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ മെഷീൻ റണ്ണാകുമ്പോൾ വൈബ്രേഷൻ വരും. നമുക്ക് അടുത്ത സൈഡിലും അത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ ഈസിയാണ്. അലുമിനിയം പ്രൊഫൈൽ എപ്പോഴും നമുക്ക് മോഡിഫിക്കേഷനും അസംബ്ലിങ്ങും ഡിസൈനും എല്ലാം ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതുകൊണ്ടാണ് അലുമിനിയം പ്രൊഫൈൽ തന്നെ ചൂസ് ചെയ്യുന്നത്. നമുക്ക് ടീ രണ്ട് ഭാഗത്തും വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇനി നമുക്ക് 220 mm ഇത് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിന് 90 ഡിഗ്രിയുടെ ബ്രാക്കറ്റ് കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അവസാനം നമ്മൾ സ്ട്രോങ് ആയിട്ട് കുറച്ച് മൂവ്മെൻ്റ് ഇല്ലാതെ നിൽക്കും. നമുക്കിത് ഒരു അളവ് എടുക്കേണ്ടതുണ്ട്, പക്ഷെ ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു റഫായിട്ടൊരു അളവ് എടുക്കാം. ഇത് നമുക്ക് Y ആക്സിസിൻ്റെ ഡെപ്ത് എത്രത്തോളം നമുക്ക് പോകണം എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. നമുക്കത് എപ്പോൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പം ജസ്റ്റ് ഞാനൊരു അളവ് എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡും അതേ അളവിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ രണ്ട് സൈഡും 90 ഡിഗ്രി വെച്ച് ചെയ്യണം. എത്രത്തോളം സ്ട്രോങ് ആക്കുന്നു അത്രത്തോളം നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് മില്ല് ചെയ്യുമ്പോൾ സെഡ് ആക്സ് കട്ടിങ്ങിൽ പ്രശ്നം നിറയെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഈ സൈഡൂടെ അതുപോലെ ഫില്ല് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ രണ്ട് സൈഡും ഫില്ല് ചെയ്തിട്ടുണ്ട്.